പശ്ചിമേഷ്യയിലെ അശാന്തി സംസ്ഥാനത്തെ പച്ചക്കറി വിപണിയിലും പ്രതിഫലിക്കുന്നുവെന്നാണ് വിവരം. പാചകവാത പ്രതിസന്ധിയിൽ ഹോട്ടലുകൾ അടയ്ക്കുന്നതാണ് ഇതിന് കാരണം. സംസ്ഥാനത്തെ ഇറച്ചിക്കടകളെയും ഈ പ്രതിസന്ധി വല്ലാതെ ബാധിച്ചു എന്നാണ് വിവരം. കോഴിക്കോട്ടെ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വർഷ ഗിരീഷും അതുപോലെ കൊച്ചിയിലെ ഇറച്ചി മാർക്കറ്റിൽ നിന്ന് ലാൽകൃഷ്ണനും ചേരുകയാണ്. ആദ്യം കോഴിക്കോട്ടേക്ക്. വർഷ, ഗുഡ് മോർണിംഗ്. എന്താ ഈ പച്ചക്കറി വിൽപ്പന കുറഞ്ഞു എന്നുള്ളതാണോ? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലാകുമല്ലോ. ഗുഡ് മോർണിംഗ് SKN. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇതാ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ വരെ എത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഹോട്ടലുകൾ അടച്ചുപൂട്ടിയതോടെ പച്ചക്കറി മാർക്കറ്റിലുള്ളവരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. ആരും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല. മൊത്ത കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഹോട്ടലുകളിലേക്കെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണ്. ഏകദേശം കോഴിക്കോട് 3000-ഓളം ഹോട്ടലുകളുണ്ട്. ഇവിടേക്കെല്ലാം തന്നെ ഈ പാളയം പച്ചക്കറി മാർക്കറ്റിനെയാണ് ആശ്രയിക്കുന്നത്. എന്തായാലും പാചകവാതക പ്രതിസന്ധി കൂടിയതോടെ ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ഇതേ തുടർന്ന് ഈ ഒരു പ്രത്യാഘാതം ഇപ്പോൾ പച്ചക്കറിയെയും ബാധിച്ചിരിക്കുകയാണ്. ആരും തന്നെ ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതലായും ഈ ഹോട്ടലുകളിലേക്കെല്ലാമാണ് പച്ചക്കറി കൊണ്ടുപോകുന്നത്. വീടുകളിലേക്കും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവർക്ക് കൂടുതൽ കച്ചവടം ലഭിക്കുന്നത് ഈ ഹോട്ടലുകളിലേക്കെല്ലാം ബൾക്കായി സാധനം കൊണ്ടുപോകുമ്പോഴാണ്. അതില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചേട്ടാ, ഇപ്പം ഹോട്ടലുകൾ അടിച്ചുപൂട്ടി യുദ്ധം നമ്മളെയും ബാധിച്ചിരിക്കുന്നു. സാധനം പോകുന്നില്ലേ, കുറവാണ് അവിടുന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഡെയിലി ഹോട്ടലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് മൊത്തത്തിൽ മോശമാണ് ഇവിടെ കച്ചവടം. മൊത്തം താഴ്മാറായി. ഒരാഴ്ച ആയതുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് ഇത്രയും വളരെ മോശമായത്. ഒറ്റ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. അതാണ് SKN. യുദ്ധം നമ്മളെ ആകെ ബാധിച്ചിരിക്കുകയാണ്. വരുമാനത്തെ മൊത്തം ബാധിച്ചു. അതേപോലെ ഈ പാചകവാതക പ്രതിസന്ധി നാനാ മേഖലകളിലേക്കും ബാധിച്ചിരിക്കുകയാണ്. ഈ ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പച്ചക്കറി മാർക്കറ്റ്, അതേപോലെ തന്നെ മത്സ്യ വിപണനം, അങ്ങനെ പല രീതിയിലുള്ള മാർക്കറ്റുകളാണെങ്കിലും ഈ ഒരു ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വീടുകളിലേക്കെല്ലാം കൊണ്ടുപോകാൻ നമുക്കറിയാം അത് കുറച്ച് രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് രൂപയ്ക്ക് മാത്രമാണ് പച്ചക്കറികൾ വാങ്ങുന്നത്. പക്ഷേ അങ്ങനെയല്ല ഹോട്ടലുകളുടെ കാര്യം. ഹോട്ടലുകളിലേക്ക് വലിയ തുകയ്ക്ക് തന്നെ ഇവർക്ക് കച്ചവടം നടക്കാറുണ്ട്. അതില്ലാതായതോടെ പച്ചക്കറി മാർക്കറ്റ് ആകെ ഒരു ശോചനീയാവസ്ഥയിലാണെന്ന് പറയാം. സാധാരണ ഈ പാളയം പച്ചക്കറി മാർക്കറ്റിൽ ഇത്ര തിരക്കല്ല ഈ സമയങ്ങളിലൊന്നും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ 2-3 ദിവസങ്ങളിലായിട്ട് ആരും ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. മൊത്തം ശോചനീയാവസ്ഥയിലാണ് പച്ചക്കറി മാർക്കറ്റ് പോകുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.